അമേരിക്കൻ സൈന്യം ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. അമേരിക്കൻ സേനയ്ക്കും അതുപോലെ അതുവഴി പോകുന്ന കൊമേഴ്ഷ്യൽ ഷിപ്സിനുമൊക്കെ ത്രെറ്റ് ഉണ്ടാക്കുന്ന ചില കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് അമേരിക്കൻ സൈന്യം പറയുന്നത്. തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസിലെ ഒരു ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷന് നേരെയാണ് അമേരിക്കൻ സൈന്യം മിന്നലാക്രമണം അഴിച്ചുവിട്ടത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ കേന്ദ്രത്തിന് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയിരുന്നു. ഇവിടെ നിന്ന് ഒരു അഞ്ചാമത് ഒരു ഡ്രോൺ അമേരിക്കയുടെ ലക്ഷ്യങ്ങളിലേക്ക് വിക്ഷേപിക്കുവാനായിട്ട് ഇറാൻ തയ്യാറെടുക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലായിരുന്നു ഈ ആക്രമണം. അതായത് ഇതിനു മുമ്പ് ഒരു 4 ഇറാനിയൻ ആക്രമണ ഡ്രോണുകൾ ഇവിടെ നിന്ന് അമേരിക്കൻ സൈന്യത്തിനെ ലക്ഷ്യമാക്കി വന്നിരുന്നു. ഇതൊക്കെ അമേരിക്കൻ സൈന്യം വെടിവെച്ചിടുകയായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ ബന്ദർ അബ്ബാസിന് സമീപം അതിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് 3 സ്ഫോടനങ്ങൾ കേട്ടതായിട്ട് ഇറാന്റെ തന്നെ വാർത്താ ഏജൻസിയായ ഫാർസും സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതാണ്ട് പുലർച്ചെ 1:30 ഈ സ്ഫോടനങ്ങൾ ഉണ്ടായത്. സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഈ ബന്ദർ അബ്ബാസിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ സജീവമാക്കിയിട്ടുണ്ടെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. നേരത്തെ ഇതേ പ്രദേശത്ത് ഒരു ഡ്രോൺ കൺട്രോൾ സ്റ്റേഷന് നേരെ അമേരിക്കൻ സൈന്യം വ്യോമാക്രമണമൊക്കെ നടത്തിയിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഈ പുതിയ സ്ഫോടനങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതേസമയം ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഹോർമൂസ് ജലപാതയിലൂടെയുള്ള ചരക്ക് കപ്പൽ ഗതാഗതം 1 മാസത്തിനുള്ളിൽ യുദ്ധത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കുമെന്നും അതുപോലെ ഈ ഗതാഗതത്തിന്റെ നിയന്ത്രണം ഇറാനും ഒമാനും സംയുക്തമായി നിർവഹിക്കുമെന്നൊക്കെ പറയുന്ന ഒരു ഡീലിന്റെ ഒരു ഡ്രാഫ്റ്റ് കണ്ടതായിട്ട് ഇറാൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധമൊക്കെ പിൻവലിക്കുമെന്നൊക്കെ ഈ ഡ്രാഫ്റ്റിൽ പറയുന്നുണ്ട്. അതുകൂടാതെ അവിടെയുള്ള അമേരിക്കൻ സൈനികരെയും യുദ്ധക്കപ്പലുകളെയും പിൻവലിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഡ്രാഫ്റ്റിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ ഈ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇതിന്റെ കടലിടുക്കിന്റെ ഹോർമൂസിന്റെ നിയന്ത്രണം ആർക്കും വിട്ടു നൽകില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വൈറ്റ് ഹൗസിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹോർമൂസ് എന്നത് ഒരു അന്താരാഷ്ട്ര ജലപാതയാണെന്നും അവിടെ ഒരു രാജ്യത്തിനും പ്രത്യേക നിയന്ത്രണം അനുവദിക്കില്ലെന്നാണ് ട്രംപ് പറയുന്നത്. ഈ മാധ്യമ റിപ്പോർട്ടുകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും പറഞ്ഞ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഡൊണാൾഡ് ട്രംപ് ഒമാനെതിരെ വളരെ രൂക്ഷമായ ഭീഷണി മുഴക്കുന്നതൊക്കെ ഈ ക്യാബിനറ്റ് യോഗത്തിൽ കേൾക്കാമായിരുന്നു. അതായത് ഈ കടലെടുക്കൊന്നും ആരും നിയന്ത്രിക്കാൻ പോകുന്നില്ല, അത് മാത്രമല്ല ഒമാൻ മര്യാദയ്ക്ക് പെരുമാറണം, അല്ലെങ്കിൽ അവരെ തകർക്കേണ്ടി വരുമെന്നുള്ള ഒരു ഭീഷണിയും ഡൊണാൾഡ് ട്രംപ് ഒമാനെതിരെ ഉയർത്തിയിട്ടുണ്ട്. കൃഷ്ണ, ഉന്മേഷ്.